കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു വാറൻ്റി ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ വീണ്ടും റീഓപ്പൺ ആയിട്ടുണ്ട്. മൂത്താൾക്ക് മാത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ ഏപ്രിൽ 20th റീഓപ്പൺ ആയിട്ടുള്ളത്. ചെറിയ ആൾക്ക് ഏപ്രിൽ 22nd കേട്ടോ മെയിൽ വന്നിട്ടുള്ളത് റീഓപ്പൺ ആവുന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പം നോർമലി ഇവരുടെ സ്കൂൾ ബസ് വരാറ് മൂത്താൾക്ക് 6:30 മണിക്കും രണ്ടാമത്തെ ആളുടേത് 6:10 ആകുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് രാവിലെ 3:55 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേൽക്കാറുണ്ട്. ഇന്നിപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റേക്ക് എന്നത്തെയും പോലെ തന്നെ ആദ്യം ചോറ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അരമണിക്കൂർ ഇങ്ങനെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ 2 പീരീഡ് ക്ലാസ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ 9 മണിയാകുമ്പോഴാണ് ബസ് വരുള്ളൂ, 6:30 വരുന്ന പോലെ നോർമലി വരുന്ന പോലെ വരില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ 5 മണിക്കാണ് കേട്ടോ അലാറം വെച്ചത്. അങ്ങനെ എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ ചോറ് വെച്ചു. പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കി. സാമ്പാറാകുമ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി അതിലേക്ക് ഈസിയാണല്ലോ. പിന്നെ രാവിലെ ചപ്പാത്തി കഴിച്ചിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത് 9 മണിക്ക് ആയതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡേയ്സിൽ 6:30 ബസ് വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മോനക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം അവൻ പറയും രാവിലെ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല ഉമ്മാന്ന്. അപ്പോൾ ഞാൻ എന്താക്കും, പാലിൽ കുറച്ച് ഓട്സൊക്കെ ഇട്ടിട്ട് നട്ട്സൊക്കെ ഇട്ടിട്ട് അതൊരു ഫില്ലിംഗ് ആണല്ലോ, കറക്റ്റ് ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ട് പിന്നെ 2 ടിഫിൻ ബോക്സ് ആക്കി കൊടുക്കും. ആൾക്ക് 3 മണി വരെയുള്ള ദിവസങ്ങളിൽ 2 ടിഫിൻ ആക്കി കൊടുക്കും. അതല്ല ഉച്ച വരെ ആണെങ്കിൽ ഒരു ടിഫിനും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പം സാമ്പാറായതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെ കൂടെ അത് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ചെറിയ ആൾക്ക് സ്കൂളിലുള്ള ടൈമിലാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സാമ്പാർ സ്കൂളിലോട്ട് വെച്ച് കൊടുത്ത് ഞാൻ മൊത്തം യൂണിഫോമിലാക്കി കളയും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ വെച്ച് കൊടുക്കണം കേട്ടോ. ആൾക്ക് പിന്നെ ഫിഷ് ഫ്രൈ ആയാലും എന്ത് ഫ്രൈ ആയാലും സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. പക്ഷേ മൂത്താൾക്ക് ഫിഷ് ഫ്രൈ ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടമില്ല, ഫിഷ് കറി കൊണ്ടുപോകാൻ ഇഷ്ടമില്ല, സാമ്പാർ പരിപ്പ് കറിയൊക്കെ ഇഷ്ടമാണ് മൂത്താൾക്ക്. അങ്ങനെ കേട്ടോ, 2 പേരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ എളുപ്പപ്പണി എടുത്തിട്ട് ചോറിലോട്ട് സാമ്പാർ ഒക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി ചപ്പാത്തിലോട്ടും സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹസ്ബൻഡിനുള്ള ചോറിലേക്ക് സാമ്പാർ, മോൻക്ക് ചപ്പാത്തിക്കും സാമ്പാർ, അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാറൻ്റി ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇവിടെ ഭയങ്കര സേഫായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അലേർട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ സേഫായിട്ട് എവിടെയെല്ലോട്ടും കയറി നിന്നാൽ മതി. അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതലും ഇവർ ഡിഫ്യൂസ് ചെയ്യിക്കുമ്പോഴാണ് കുറേ എന്താ പറയുക അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഒരു വീട്ടിലാവുമ്പോൾ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സമാധാനം ഇനി എന്നും അങ്ങോട്ട് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ എന്നുള്ളത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിന്നിപ്പം മോൻക്ക് ബൂസ്റ്റാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി രാവിലെ കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചീര അരിയാനൊക്കെ ആയിട്ട് പോയപ്പോൾ ബൂസ്റ്റ് മൊത്തം പാലല്ലേ, അപ്പോൾ തിളച്ച് പോയി. അതിൻ്റെ ഇടയിൽ അത് തുടക്കാനായിട്ട് നിന്ന് എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തലവേദന വരും കേട്ടോ. കാരണം മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയ കാര്യങ്ങൾ കിട്ടിയാലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടി കഴിഞ്ഞാൽ നല്ല തലവേദനയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുക്കറിൻ്റെ വിസിൽ വരാണ്ട് അതിൻ്റെ ആ ഒരു സംഭവം എയർ മൊത്തം പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഹസ്ബൻഡിന് 7:30 ആകുമ്പോഴേക്കും ഫുഡ് ആക്കണമല്ലോ. ആൾ 7:30 പോവുക, ചിലപ്പോൾ 7:25, ചിലപ്പോൾ 7:30 അങ്ങനെ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഫിഷ് ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അയക്കൂറായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൊത്തം മസാല പറ്റുമ്പോൾ കുറച്ചധികം മസാല പിടിക്കാനായിട്ട് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളത് തിന്നാക്കിയതാണ്. അപ്പോൾ മൊത്തം പൊടിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഫ്രൈ ആക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ചോറാക്കുന്ന സമയത്ത് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിയുന്നു. ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 മണി 6:30 ആകുമ്പോഴേക്കും എൻ്റെ കുക്കിങ്ങൊക്കെ കഴിയാറുണ്ട്. മൂത്താൾ ചോറ് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് പണി ഈസിയാണ് കേട്ടോ. കാരണം ചെറിയ ആൾക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ഫിഷ് ഫ്രൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആൾ കഴിക്കുമല്ലോ. അപ്പോൾ പക്ഷേ മൂത്താൾ ചോറ് കഴിക്കാത്തതുകൊണ്ട് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി മൺഡേയും ട്യൂസ്ഡേയും ചെറിയ ആൾക്ക് ഓൺലൈൻ ഉണ്ട്. ഓൺ സൈറ്റ് വെനസ്ഡേ ആണ്, അതായത് ഏപ്രിൽ 22nd. മൂത്താൾക്ക് ഏപ്രിൽ 20th ഇപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓൺ സൈറ്റ്, അതായത് ഡയറക്റ്റ് സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ സമാധാനമായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, നീണ്ടു നിൽക്കുന്നൊരു സമാധാനം ഉണ്ടാവട്ടെ, ലൈഫ് ലോങ് ഈ ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളത് ദൈവത്തിനോട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഫിഷ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചീരപ്പേരിയാണ്, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര. ഞാൻ ഭയങ്കര കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്കും മൂത്താൾക്കും ചീരപ്പേരി ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കുറച്ച് ഒരു കെട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നാട്ടിലെ പോലെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഞാനതിങ്ങനെ എടുത്ത് കുറച്ച് കറി ലീഫും കുറച്ച് 2 പച്ചമുളകും കീറിയിട്ടിട്ട്
അങ്ങനെ ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, എന്നും ഇതാക്കി കൊടുത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മോൻ്റെ ബസ് ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. നോർമൽ എഴുന്നേൽക്കുന്ന പോലെ 3:55 4 എഴുന്നേറ്റിട്ടില്ല. 7 മണിയാകുമ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4:55 മണി ആ ഒരു സമയത്താണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത്. പിന്നെ പാലൊക്കെ പോയപ്പോൾ അതിൻ്റെ ആ ഒരു തലവേദന ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ട്രൈപ്പോഡ് പൊട്ടി. അത് ഞാൻ അന്ന് പൊട്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഇതിലിങ്ങനെ വെച്ചിരുന്നതാണ്. ആദ്യമേ വീണ്ടും താഴെ വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ട്രൈപ്പോഡ് നമ്മുടെ അരിപ്പാത്രമില്ലേ അതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ദുബായിലെ സ്കൂളൊക്കെ തുറന്നപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ മനസ്സമാധാനമുണ്ട്, നമ്മളെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടായിരുന്നു. കാരണം ചെറിയ ആൾ KG2 ഏപ്രിൽ 7 മൂപ്പര് ഗ്രേഡ് 1 ജമ്പ് ചെയ്തിട്ടുള്ളത്, ഗ്രേഡ് 1 ആയിട്ടുള്ളത്. അപ്പം അതിന് മുമ്പ് ആ ഒരു സമയത്ത് KG2 ആയിരുന്നു. അപ്പോൾ മൂപ്പർക്ക് കുറേ കാര്യങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ കൂടെ വേണം. അതായത് ഇപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നല്ലവണ്ണം തലവേദന ആവുമായിരുന്നു. കാരണം മൂപ്പര് ക്യാമറ ഓഫാക്കാതെ ഞാനിവിടെ കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ലഞ്ചിൽ ചീരപ്പേരി, ഫിഷ് ഫ്രൈ, സാമ്പാർ, പിന്നെ കുക്കുംബറും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂത്താളുടേത് ഞാനിങ്ങനെ ചപ്പാത്തി കട്ട് ചെയ്തിട്ടിട്ട് സാമ്പാറും പിന്നെ കുക്കുംബറും ഇത് ഒരു നേരമേ ഉള്ളൂ കേട്ടോ. 2 മണിയാകുമ്പോഴേക്കും ആളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ചെറിയ ആൾക്കപ്പം ഇന്ന് ഓൺലൈനായിരുന്നു, ഇന്നും നാളെയും ട്യൂസ്ഡേയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാൻ പറയുമ്പോൾ ഭയങ്കര മടി, ബാഗിൽ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു വെള്ളം വെക്കുകയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്കൂളിൽ വെള്ളം കിട്ടും, അത് ഞാൻ എടുത്ത് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ ബസ് കയറ്റാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേണ്ട പോലും, അവൻ വലിയ കുട്ടിയാണെന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ 6:30 ബസ് വരാറെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സമയത്ത് ഹസ്ബൻഡ് ബസ് കയറ്റിയിട്ടാണ് തിരിച്ചു വരാറ്. ഇന്നിപ്പോൾ അവൻ പറയുന്നത് വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കി, പിന്നെ തിരിച്ചു വന്ന് എൻ്റെ ചെടികളൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയിട്ടാണ്. പിന്നെ ചെറിയ ആൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നെ എന്തായാലും 1 മണി വരെ ഇരിക്കണം. അങ്ങനെ ഫുൾ ടൈം ഇരുന്നില്ലെങ്കിലും ഇരിക്കണം അങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.